ജൂൺ 4-ന് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ മൂന്നാം തവണയും നരേന്ദ്രമോദിയെ ജനങ്ങൾ അധികാരത്തിലെത്തിക്കില്ല എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷ കക്ഷികൾ. ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. വോട്ടെടുപ്പ് അവസാനിക്കുന്ന ജൂൺ 1-ന് തന്നെ പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിളിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിലെ പ്രകടനം, സർക്കാർ രൂപീകരണം എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം എന്നാണ് വിവരം. 272 സീറ്റുകൾ ലഭിക്കുന്ന പാർട്ടിക്കോ മുന്നണിക്കോ ആണ് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുക. 6ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ 270 സീറ്റുകൾ പ്രതിപക്ഷം ഉറപ്പിച്ചുവെന്ന് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ പ്രതികരിച്ചിരുന്നു. ഉത്തർപ്രദേശിൽ നിന്ന് ഇത്തവണ കൂടുതൽ സീറ്റ് നേടാൻ സാധിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഈ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണിയുടെ പുതിയ നീക്കങ്ങൾ. BJPക്ക് ഇത്തവണ 200-ലധികം സീറ്റ് ലഭിക്കില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ എത്തില്ലെന്നും അവർ വിശ്വസിക്കുന്നു. എങ്കിലും ഇരുപക്ഷത്തും ചേരാതെ നിൽക്കുന്ന ഒഡീഷയിലെ BJD, ആന്ധ്രയിലെ YSRCP, തെലങ്കാനയിലെ BRS എന്നീ പാർട്ടികളുമായിട്ടാണ് ചർച്ച തുടങ്ങിയിട്ടുള്ളത്. ജൂൺ 4-ന് റിസൾട്ട് വന്ന ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് BJDയുടെ, അതായത് നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദളിന്റെ പ്രതികരണം. കേന്ദ്രത്തിൽ ഏത് കക്ഷി ഭരിച്ചാലും ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് BJDയുടേത്. ഇത്തവണ BJPയുടെയും BJDയുടെയും അകൽച്ച വളരെ പ്രകടമാണ്. DMK, തൃണമൂൽ കോൺഗ്രസ് എന്നിവയുടെ നേതാക്കളാണ് 3 പാർട്ടികളുമായി ചർച്ച ചെയ്യുന്നത്. ആർക്കും വ്യക്തമായ മേൽക്കൈ ലഭിക്കാത്ത തിരഞ്ഞെടുപ്പ് റിസൾട്ടാണ് വരുന്നതെങ്കിൽ സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങൾ പ്രതിപക്ഷം വേഗത്തിലാക്കും. ഇതു സംബന്ധിച്ച കാര്യങ്ങളും ജൂൺ 1-ലെ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന വേളയിൽ സർക്കാർ രൂപീകരണ നീക്കത്തിലേക്ക് കടക്കണം എന്നാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ തീരുമാനം. ജൂൺ 2-ന് തീഹാർ ജയിലിൽ മടങ്ങിയെത്തണം എന്ന നിബന്ധനയോടെയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. കേജ്രിവാളിന്റെ മടക്കം കൂടി പരിഗണിച്ചാണ് ഇന്ത്യ സഖ്യം യോഗ തീയതി തീരുമാനിച്ചത്. അതേസമയം ആരൊക്കെ കേന്ദ്രമന്ത്രിമാരാകണം എന്നുകൂടി ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഏത് തരത്തിലുമുള്ള വിട്ടുവീഴ്ചയും ചെയ്യാമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. പാർട്ടിക്ക് ഒറ്റയ്ക്ക് 80 മുതൽ 120 വരെ സീറ്റുകൾ കിട്ടുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. എന്നാൽ BJD, BRS, YSRCP എന്നിവർ സഖ്യത്തിന്റെ ഭാഗമാകുമോ എന്ന് ഇനിയും ഉറപ്പിക്കാനായിട്ടില്ല. ഈ പാർട്ടികളെ ഒപ്പം കൂട്ടാൻ BJP കൈയും മെയ്യും മറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. BJPക്ക് ഒരു മുഴം മുന്നേ എറിയാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഒരുക്കം.